ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ആതിരയുമായി എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നു. ആതിരയെ റൂമിലാക്കിയതിനു ശേഷം ആതിരയോട് മീരെടുത്തി പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് എന്ത് ആവശ്യത്തിന് വേണമല്ലോ മീരെടുത്തി എന്നൊന്ന് നീട്ടി വിളിച്ചാൽ മതി. നിന്റെ ആവശ്യം എന്തായാലും അത് ഞാൻ ഇവിടെ വന്ന് സാധിച്ചു തരും മോളെ. അതുകൊണ്ട് നീ ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് ആതിരയോട് അറിയിച്ചു. അതിനുശേഷം അർച്ചനയും ആതിരയോട് പറഞ്ഞു, ഇവിടെയുള്ളവർ എന്ത് കരുതുന്നു എന്നൊന്നും മോൾ ആലോചിക്കേണ്ടതില്ല. മോള് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയോ ഇവിടുത്തെ ജോലികൾ ചെയ്യാൻ ഇനി ഇറങ്ങുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. മോൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് മീരടുത്തിയോട് പറഞ്ഞോണം എന്നറിയിച്ചതും ആതിര പറഞ്ഞു, എന്തിനാ ആ ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അച്ചുവിനെ ആശ്വസിപ്പിക്കുകയാണ് ആതിര. ഈ സമയത്ത് സന്ദീപ് പറഞ്ഞു, എന്തായാലും ഞാൻ ഇനി കുറച്ചു ദിവസത്തേക്ക് ഓഫീസിലേക്കൊന്നും പോകുന്നില്ല, ആതിരയോടൊപ്പം ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞതും മീരടുത്തി പറഞ്ഞു, അങ്ങനെ സന്ദീപ് ആതിരയ്ക്കൂടെ കൂട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആതിരയെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്ത്രീകൾ നോക്കിക്കോളാം, ഞങ്ങൾക്കതറിയാം. അല്ലാതെ ഇവിടെ സന്ദീപ് ഓഫീസിലൊന്നും പോകാതെ കൂട്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് മീരടുത്തി സന്ദീപിനോട് അറിയിച്ചു. ഈ സമയത്ത് അർച്ചനയോട് ആതിര പറഞ്ഞു, ചേച്ചി വിഷമിക്കൊന്നും വേണ്ടെന്നേ, ചേച്ചി സമാധാനത്തോടെ ധൈര്യത്തോടെ പൊയ്ക്കോ എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, മോളെ ഇനി സൂക്ഷിക്കണം, ഇനി എന്ത് ചെയ്താലും നീ ഞങ്ങളുടെ സഹായം തേടണം എന്ന് പറഞ്ഞതും ശരി ചേച്ചി, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് ആതിര അർച്ചനയ്ക്ക് വാക്ക് നൽകുന്നു. അതിനുശേഷം സന്ദീപ് ആതിരയുടെ അരികിലേക്ക് എത്തി ആതിര ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന നേരെ റൂമിലേക്ക് എത്തുന്ന സമയത്ത് വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കുന്നതും അവിടെ ബെഡിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അവന്തിയെ കണ്ടതും അർച്ചന അതിശയത്തോടെ അകത്തേക്ക് കയറുന്നു. ഞെട്ടലോടെ ആതിര അർച്ചന റൂമിലേക്ക് കയറി വരുന്നത് കണ്ട് അവന്തിയെ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അരികിലേക്ക് ചെന്നു. നീ സംശയിക്കണ്ട, ഇത് നിന്റെ റൂം തന്നെയാണ് എന്ന് അവന്തിക അർച്ചനയോട് പറഞ്ഞു. അല്ല, ഇവിടെ നിന്റെ നിന്റെ റൂമിൽ അതിക്രമിച്ച് കയറുന്നവരെ തല്ലുകയാണല്ലോ നിന്റെ സ്വഭാവം, എന്താ നിനക്കെന്നെ തല്ലണമെന്നുണ്ടോ എന്ന് അവന്തിക ചോദിച്ചതും ഉടനെ അർച്ചന ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അവന്തിക പറഞ്ഞു, ഇവിടെ ഏത് സമയത്തും ഏത് റൂമിൽ വേണമെങ്കിലും കയറാനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട് എന്ന് അർച്ചനയോട് അവന്തിക പറയുന്നത് കേട്ട് ഉടനെ അർച്ചന പറഞ്ഞു, ഓഹോ, നിങ്ങളുടെ ആ അധികാരം ധിക്കാരം ഒക്കെ ഇവിടെ ഇപ്പൊ എന്നെ പറഞ്ഞു മനസ്സിലാക്കിക്കാനാണോ നിങ്ങൾ വന്നത് എന്ന് അർച്ചന ആ അവന്തികയോട് ചോദിക്കുമ്പോ അവന്തിക പറഞ്ഞു, അല്ല, ഞാനിപ്പോ വന്നത് നീ എന്തിനാ ആ പാവം പിടിച്ച പെങ്കൊച്ചിനെ തള്ളിയിടാൻ നോക്കിയത്? നിന്റെ അനുജത്തി ആതിരെ നീ തള്ളിയിട്ടത് എന്തിനാ എന്ന് ചോദിച്ചതും അർച്ചന ചോദിച്ചു, നിങ്ങൾ അതിന് കണ്ടോ? ഞാൻ ആ തള്ളിയിടുന്നത് നിങ്ങൾ കണ്ടോ എന്ന് അവന്തികയുടെ നേരെ ദേഷ്യത്തോടെ അർച്ചന അന്വേഷിച്ചതും അവന്തിക പറഞ്ഞു, അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ചെയ്തു വെച്ച നീയാണെന്ന് സ്പഷ്ടമായിട്ടുള്ള കാര്യമല്ലേ. നിന്റെ അനുജത്തിയോടുള്ള അസൂയ, കുശുമ്പ്, അത് തന്നെയാണ് ഇതിന് പിന്നിൽ കാരണം വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും നിനക്ക് ഒരു കുഞ്ഞിനെ ഈ കുടുംബത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിനു പകരം നിന്റെ അനുജത്തിക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നു. അതിന്റെ അസൂയയും പകയും അല്ലേ നീ ഇപ്പോ ആ പാവം കൊച്ചിനെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിച്ചത്? ഇതൊക്കെ അല്പം ചീപ്പായിട്ടുള്ള പണിയായി പോയി അർച്ചനെ. ഇത്രത്തോളം തരം താഴ്ന്ന ജോലി ഒരു കാരണവശാലും നീ ചെയ്യരുത് എന്ന് അർച്ചനോട് പറയുമ്പോൾ താൻ ഒരിക്കലും ചെയ്യാത്ത തെറ്റ് തന്റെ മേൽ അടിച്ചേൽപ്പിക്കാനായി ശ്രമിക്കുന്ന അവന്തികയുടെ വാക്കുകൾ കേട്ട് ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് അർച്ചന. അപ്പോഴേക്കും അവന്തിക വീണ്ടും തുടർന്ന് പറഞ്ഞു, അതെ, നിനക്ക് അവളോട് അസൂയ തോന്നാൻ എന്താ കാരണം എന്നായിരിക്കും ഇപ്പോൾ നീ ഓർക്കുന്നത് അല്ലെ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അതെ, എന്റെ അനുജത്തിയോട് ഞാൻ എന്തിനു അസൂയപ്പെടണം? നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോഴേക്കും അവന്തിക പറഞ്ഞു, അർച്ചനെ, നിനക്ക് അവളോട് അസൂയ തോന്നാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി സേതുമാധവൻ എന്ന് പറയുന്ന ഈ കോടീശ്വരനെ മുത്തശ്ശനാക്കാൻ പോകുന്നത് നിന്റെ അനുജത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്ത് ആദ്യമായി ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞ് ഈ കണ്ട സ്വത്തുക്കളുടെയൊക്കെ അവകാശിയായി തീരും. എന്തിനേറെ പറയുന്നു, എന്നെ പോലും ചോദ്യം ചെയ്യാനും എന്നോട് പോലും ആജ്ഞാപിക്കാൻ പോലും അധികാരവും അവകാശവുമുള്ള ആ പേരക്കുട്ടി, ആ കുഞ്ഞിനെയാണ് നീ ഇല്ലാതാക്കാൻ നോക്കിയത്. നിനക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടാത്തത് അത് നിന്റെ കയ്യിലിരിപ്പുകൊണ്ടും നിനക്ക് ഭാഗ്യമില്ലാത്തതും കൊണ്ടാണ്. നീ നിന്റെ അനുജത്തിയെ സന്ദീപിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും അവളുടെ ആഗ്രഹം സഫലമാക്കി കൊടുക്കുകയും അവളുടെ വിവാഹം നടത്തി കൊടുക്കുകയൊക്കെ ചെയ്തപ്പോ ഇങ്ങനെ ഒരു മുട്ടം പണി നിനക്ക് തിരിച്ചടിയായി കിട്ടുമെന്ന് നീ അറിഞ്ഞിരുന്നില്ല അല്ലേ അർച്ചന? എന്നിട്ട് അവസാനം ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം വന്നു കയറിയപ്പോ നീ അത് ഇല്ലാതാക്കാനായി ശ്രമിക്കുന്നു. എന്തായാലും അർച്ചന, ഇത് വളരെ മോശമായി പോയി. നിന്റെ അനുജത്തിയാണ് എന്നതിനേക്കാൾ ഉപരി ഇപ്പോ ആതിര ഈ വീട്ടിലെ മരുമകളാണ്. എന്റെ അനുജത്തിയാണ്, എന്റെ അനുജന്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ അവളുടെ മേൽ നിന്നെക്കാളേറെ അവകാശം ഇപ്പോൾ ഞങ്ങൾക്കാണുള്ളത്. ഈ കുടുംബത്തിന്റെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറാൻ പോകുന്ന ആ കുഞ്ഞിന്റെ അമ്മയാണ് ആതിര. അതുകൊണ്ട് തന്നെ ഇനി മേലെ ഇത്തരം പ്രവർത്തികൾ അവൾക്ക് നേരെ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അതുകൂടി പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞ് അവന്തിക ഹർഷനയോട് ഒരു വെല്ലുവിളി കൂടി ഉയർത്തുന്നു. ഇങ്ങനെ വെറുതെ ഇത്തരം ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടാതെ നിനക്കും ഒരു അമ്മയാകാൻ നോക്കിക്കൂടെ? നിനക്ക് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഈ കുടുംബത്തിന് നൽകുകയാണെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള വെല്ലുവിളികളോ ഇത്തരത്തിലുള്ള പരസ്പരമുള്ള പോരാട്ടമോ ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട്
ആദ്യം നീ ഒരു അമ്മയാകാനുള്ള ശ്രമം നടത്ത്, അതാണ് നല്ലത്. അല്ലാതെ ഇത്തരം മോശമായ പ്രവൃത്തികളൊന്നും നിന്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അച്ഛന് ആകെ തകർന്ന മനസ്സുമായി അവിടെ ഇരിക്കുന്നു. അതിനുശേഷം ജോലിയെല്ലാം ചെയ്തിട്ടും റൂമിലേക്ക് വന്നെത്തിയ അർച്ചനയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. പലപ്പോഴായി അർച്ചനയെ കുറ്റപ്പെടുത്തി പറഞ്ഞ അവന്തികയുടെ വാക്കുകൾ അർച്ചനയുടെ മനസ്സിനെ അലട്ടുന്നു. ആ വാക്കുകളെല്ലാം അർച്ചനയെ വീണ്ടും വീണ്ടും വേട്ടയാടുമ്പോൾ അത് ഓർത്ത് അർച്ചന ആകെ വേദനയുടെ റൂമിൽ അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് സച്ചി എത്തി. ഇതുവരെയായിട്ടും തന്റെ സങ്കടമൊന്നും തീർന്നില്ലേടോ എന്ന് അർച്ചനയുടെ അരികിലെത്തി സച്ചി കാര്യം അന്വേഷിച്ചു. താനെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എടോ, ഇപ്പോ പ്രശ്നങ്ങളൊക്കെ ഏകദേശം പരിഹരിക്കപ്പെട്ടു, ആതിരയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം ആതിരയെ നോക്കാനായി ഇവിടെ മീരടുത്തിയും കൂടി എത്തി. മീരടുത്തിയെ പോലെ ഒരാൾ ഈ വീട്ടിലുള്ളത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാ. ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ അറിവും ബോധവും ഒക്കെ ഉള്ള ഒരാൾ ഈ വീട്ടിലുള്ളത് എന്തുകൊണ്ടും നല്ലതാണല്ലോ. പിന്നെ താൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇപ്പോൾ നിലവിലുള്ള തന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനും തന്റെ വീട്ടുകാരും ഇപ്പോൾ തന്നോട് നീരസത്തിൽ തന്നെയാണ്. അത് നമുക്ക് സാവധാനത്തിൽ ഉടനെ തന്നെ പരിഹരിക്കുകയും ചെയ്യാം. അതോർത്തിട്ടാണെങ്കിൽ താൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോ അർച്ചന ആകെ വിഷമത്തോടെ അങ്ങനെ വീണ്ടും ഇരിക്കുന്നത് കണ്ടു. സച്ചി ചോദിച്ചു, എടോ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സങ്കടങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നോർത്ത് താൻ അതിനെ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാറേ എന്ന് പറഞ്ഞപ്പോ അർച്ചന വിഷമത്തോടെ സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ, പലതും മറക്കാനും പലതിനെ കുറിച്ചും ചിന്തിക്കാതിരിക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് സച്ചിയേട്ടാ. പക്ഷേ പലരുടെയും കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ എന്റെ മനസ്സാകെ തകർന്നു പോവുകയാണ് സച്ചിയേട്ടാ. ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷയുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ കാരണം സച്ചിയേട്ടന്റെ സമാധാനം കൂടി നഷ്ടമാവുകയാണല്ലേ എന്ന് അർച്ചന വിഷമത്തോടെ സച്ചിയോട് ചോദിക്കുമ്പോ സച്ചി അരികിലേക്ക് എത്തി പറഞ്ഞു, എടോ, താൻ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? താൻ കാരണം എനിക്ക് സമാധാനക്കേട് ഉണ്ടാകുന്നോ? അങ്ങനെയൊന്നുമല്ല. സത്യത്തിൽ തന്റെ മനസ്സിന്റെ തോന്നലുകൾ താൻ ആലോചിച്ചു കൂട്ടുന്നതാണ് ഇത്തരം ചിന്താഗതികളൊക്കെ. എടോ, ഒരു കാര്യം താൻ ചിന്തിക്കണം. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മോശമായ കാര്യങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെ നമ്മുടെ മനസ്സിനെ എപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കും. എന്നാൽ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ താൻ നേരിടുമെന്നും അതിനെയൊക്കെ നേരിട്ട് താൻ വിജയത്തിലേക്ക് എത്തുമെന്നും തനിക്കൊരു സങ്കടവും ഉണ്ടാവുകയില്ല എന്നും തനിക്ക് അതെല്ലാം സന്തോഷമായി തന്നെ തീരുന്ന കാര്യങ്ങളായി മാറുമെന്നുമൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെ പുഞ്ചിരിയോടെ എല്ലാത്തിനും നേരിടുകയാണെങ്കിൽ പിന്നെ ഒന്നിനും നമ്മളെ തകർക്കാനോ നമ്മളെ തോൽപ്പിക്കാനോ ആവുകയില്ല. അതാടോ ജീവിതം. പിന്നെ സന്തോഷവും സമാധാനവും ഒന്നും ആരും നമ്മുടെ പിന്നാലെ കൊണ്ടുവന്ന് തരില്ല. അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കേണ്ടതാണ് അതെല്ലാം എന്ന് സച്ചി അർച്ചനയെ ഉപദേശിച്ചു. അതെല്ലാം കേട്ടതും അർച്ചന പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തനിക്ക് മനസ്സിലായോ എന്ന് സച്ചി ചോദിച്ചതും അർച്ചന പറഞ്ഞു, മനസ്സിലായി സച്ചിയേട്ടാ. പക്ഷെ ഇപ്പോ എന്റെ സങ്കടം എന്താണെന്ന് സച്ചിയേട്ടന് അറിയാമോ? എനിക്കിപ്പോൾ ഒരു വിഷമം ഞാൻ സച്ചിയേട്ടനോട് പറയട്ടെ, എനിക്കത് പരിഹരിച്ചു തരുമോ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, എടോ, തന്നോട് ഇനി ഇവിടെ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ മറുപടി താൻ ആ നിമിഷം തന്നെ കൊടുത്തേക്കണം. അതിനുള്ള സ്വാതന്ത്ര്യവും തനിക്ക് ഇവിടെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, അതൊക്കെയുണ്ട്. ഇപ്പോഴത്തെ എന്റെ സങ്കടം മാറ്റാൻ സച്ചിയേട്ടന് കഴിയുമോ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, അതെപ്പോ മാറ്റിയെന്ന് പറഞ്ഞ പോരെ, താൻ കാര്യം പറ എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, ഇപ്പോൾ എന്റെ പ്രശ്നം അത് പിന്നെ നമുക്ക് ഉടനെ ഒരു കുഞ്ഞ് വേണം. അത് കേട്ടതും സച്ചി വളരെ സന്തോഷത്തോടെ അർച്ചനയെ നോക്കി. അർച്ചന സച്ചിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സച്ചി പറഞ്ഞു, ആഹാ, ഇതാണോ ഞാൻ ഇക്കാര്യം തന്നോട് പറയാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അതെ സച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, ഇനി നമുക്കൊരു കുഞ്ഞ് വേണം, ഇനി അത് വൈകിച്ചൂടാ എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അതേടോ, ഇത്രയും നാളും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമ്മളെ നേരിട്ടു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇപ്പോ നമ്മൾ ഏകദേശം സ്വസ്ഥമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കണം. നമുക്കൊരു കുഞ്ഞ് അത് ഉടനെ തന്നെ വേണം. ഞാനും ഇക്കാര്യം എന്നോട് പറയണമെന്ന് ആഗ്രഹിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, അതെ, എനിക്ക് സച്ചിയേട്ടനിൽ ഒരു കുഞ്ഞ്, അത് ഓർക്കുമ്പോ തന്നെ എന്തൊരു സന്തോഷമാ എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അതെ, അങ്ങനെ ഓർത്ത് സന്തോഷിക്കേണ്ട, അത് അനുഭവിച്ച് താൻ സന്തോഷിച്ചാൽ മതി. ഉടനെ തന്നെ ആതിരയെ പോലെ തന്നെ താനും ഇവിടെ ഒരു കുഞ്ഞിന് ജന്മം നൽകും. മാസങ്ങളുടെ വ്യത്യാസത്തിൽ ആതിരയും അർച്ചനയും അമ്മമാരാകും. അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെയും കുഞ്ഞുങ്ങൾ, ആതിരയുടെയും അർച്ചനയുടെയും കുഞ്ഞുങ്ങൾ ഈ വീട്ടിൽ ഓടിക്കളിക്കുകയും അവരുടെ കളിച്ചിരികളും ഒക്കെ ഈ വീടിനെ മൊത്തത്തിൽ ഉല്ലാസഭരിതമാക്കും എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, ആഹാ, കൊള്ളാലോ, അപ്പൊ ഇത്രയേറെ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നല്ലേ എന്ന് അർച്ചന സച്ചിയോട് ചോദിക്കുമ്പോ സച്ചി പറഞ്ഞു, ഇത് മാത്രമല്ല, ഇതിനേക്കാൾ ഏറെയുണ്ട്. വലിയ വലിയ പദ്ധതികൾ എന്നെ മനസ്സിലുള്ളത്, അതൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാം എന്ന് അർച്ചനയോട് സച്ചി അറിയിച്ചു. അത് കേട്ടതും അർച്ചന വളരെ സന്തോഷത്തോടെ സച്ചിയോട് പറഞ്ഞു, എന്നാലേ ഞാൻ സച്ചിയേട്ടന് ഫുഡ് എടുത്ത്
വെക്കാം എന്ന് പറഞ്ഞ് അർച്ചന ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാനൊരുങ്ങുമ്പോ സച്ചി അർച്ചനയെ വിളിച്ചു നിർത്തി. അതെ, അവിടെ നിന്നെ, താനിപ്പോ പാടിയില്ലേ, ആ മൂളി പാടിയില്ലേ, അതൊന്ന് ഉറക്കെ ഒന്ന് പാടിക്കേ, എനിക്കൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അർച്ചന പറഞ്ഞു, ഏയ് ഞാൻ പാടിയൊന്നുമില്ല സച്ചിയേട്ടാ, ഒന്ന് പോ സച്ചിയേട്ടാ എന്ന് പറഞ്ഞു. സച്ചി അർച്ചനയെ നിർബന്ധിക്കുന്നു. ഞാൻ കേട്ടതാണല്ലോ, താൻ പാടിക്കേ എന്ന് പറഞ്ഞ് അർച്ചന സച്ചി ആവശ്യപ്പെട്ടത് പ്രകാരം ആ പാട്ട് പാടി കേൾപ്പിക്കുന്നു. അങ്ങനെ സച്ചിയും അർച്ചനയും അവർക്ക് 2 കുഞ്ഞുങ്ങൾ പിറക്കുന്നതും ആ കുഞ്ഞുങ്ങളെ ആ വീട്ടിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായതും ആതിരയുടെയും അവരുടെയും കുഞ്ഞുങ്ങളെ 2 പേരെയും അങ്ങനെ താരാട്ടിൽ പാടിക്കൊടുത്ത് തൊട്ടിലാട്ടി അവരെ ഉറക്കുന്നതുമായിട്ടുള്ള ആ ഒരു രംഗം ഓർത്ത് 2 പേരും റൂമിൽ പരസ്പരം അങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം 2 പേരും നോക്കി പുഞ്ചിരിച്ച് നാണത്തോടെ അർച്ചന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം പിറ്റേ ദിവസം അർച്ചന സന്ധ്യ ഡോക്ടറെ കാണുന്നു. സന്ധ്യ ഡോക്ടറോട് അക്കാര്യം അറിയിച്ചതോടെ സന്ധ്യ ഡോക്ടർ ചോദിച്ചു, അയ്യോ, നമുക്ക് ആകെ ഒരു പിടിവള്ളിയായിരുന്ന, ആകെ നമുക്ക് ഏത് പ്രശ്നത്തിനും പരിഹാരമായി നമ്മളെ സഹായിക്കുന്ന ആ ഡയറി കൈമോശം വന്നെന്നോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അതെ ഡോക്ടർ, അത് ഞാൻ മനഃപൂർവ്വം കളഞ്ഞതല്ല. ഞാൻ എന്റെ റൂമിൽ ഡ്രോമേശയ്ക്കുള്ള കബോർഡിനകത്ത് കൃത്യമായി ലോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് ആ ഡയറി. അത് ആരുമില്ലാത്ത സമയത്ത് അതിനകത്ത് കയറി മോഷ്ടിച്ചെടുത്തതാണ്. അത് മാത്രമല്ല ഡോക്ടർ, ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നത് എന്നെ വിളിച്ചു വരുത്തി എന്റെ മുന്നിൽ വെച്ച് ആ ഡയറി കത്തിച്ചു കളഞ്ഞെങ്കിൽ എന്നോട് എത്രത്തോളം വൈരാഗ്യവും വിദ്വേഷവും അവരുടെ മനസ്സിലുണ്ടാകും ഡോക്ടർ. അത് മാത്രമല്ല, എന്നോട് എത്രത്തോളം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 3/4% പകയും വിദ്വേഷവും എന്നെ അനുജത്തിയോടുണ്ടാവില്ലേ, ആതിരയോടുണ്ടാകുമല്ലോ. അവർക്ക് ആതിരയോട് ആ പകയും വിദ്വേഷവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആതിരയ്ക്കും അവളുടെ കുഞ്ഞിനും ആപത്തെന്തെങ്കിലും അവരുണ്ടാക്കുമോ എന്ന ആശങ്കയാണ് ഡോക്ടർ ഇപ്പൊ എന്നെ മനസ്സിനെ അലട്ടുന്നത് എന്ന് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു, അത് ശരി തന്നെയാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അർച്ചന പ്രത്യേകിച്ചും ആതിരയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തണം. പിന്നെ ഇപ്പൊ മീരടുത്തി അവിടെ വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, മീരടുത്തിയെ പോലെ ഒരാൾ ആ വീട്ടിലുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എന്ന് അർച്ചനയോട് സന്ധ്യ ഡോക്ടർ പറയുമ്പോ അർച്ചന പറഞ്ഞു, അത് മാത്രമല്ല, മീരടുത്തിയോട് നേരെ അവന്തികയോ അനഘയോ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് കുറിക്കുത്തനും മുറിപ്പത്തൽ എന്നുള്ള രീതിയിൽ കൃത്യമായി തന്നെ ഉരുളക്കുപ്പേരി എന്നതുപോലെ കൃത്യമായി അതിനുള്ള മറുപടി കൃത്യമായി മീരടുത്തി നൽകും. അതും വലിയ പ്രശ്നം ഉണ്ടാക്കും. അതിന്റെ എല്ലാം പകയും ദേഷ്യവും ഒക്കെ ആതിരയോടും എന്നോടുമായിരിക്കും വീണ്ടും അവർ തീർക്കുക എന്ന് അർച്ചന പറയുമ്പോ ഉടനെ അർച്ചന തന്റെ ഒരു ആഗ്രഹം അറിയിച്ചു. ഡോക്ടർ, ഞാൻ പറയുന്നത് കൊണ്ട് ഡോക്ടർ ഒന്നും വിചാരിക്കരുത്. എന്റെയും ആതിരയുടെയും ഒക്കെ ആഗ്രഹം, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്. ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ ആതിരയ്ക്കുണ്ടായ പ്രശ്നങ്ങൾ അറിയാമല്ലോ. ആതിരയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായതിൽ തന്നെ എനിക്ക് അവന്തി നടത്തിയ സംശയമുണ്ട്. അത് സംശയമല്ല, അത് തന്നെയാണ് സത്യം. അതുകൊണ്ട് ഡോക്ടർ, ഞാനൊരു റിക്വസ്റ്റ് പറഞ്ഞോട്ടെ. ഡോക്ടർ, ഇനിയുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആതിരയുടെയും കുഞ്ഞിന്റെയും കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നെ നോക്കണം. അത് എന്റെയും ആതിരയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് എന്ന് പറഞ്ഞത് ഉടനെ ഡോക്ടർ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അർച്ചന ഈ പറഞ്ഞു വരുന്നതിന്റെ കാരണം എന്താണെന്ന്. പക്ഷെ ഇപ്പോ അവന്തിക ആതിരയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിച്ച് ആതിരയെയും ആതിരയുടെ കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും അപായപ്പെടുത്തുമോ എന്നുള്ള ആശങ്ക അല്ലെ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അതെ ഡോക്ടർ, അത് തന്നെയാണ് കാരണം. എന്നാ അങ്ങനെയൊന്നും സങ്കടപ്പെടണ്ട. ഞാൻ എന്തായാലും ആ ഡോക്ടറോട് സംസാരിക്കാം. പിന്നെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ അറിയാവല്ലോ. ഇക്ക പോയതിനു ശേഷം എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ അങ്ങ് പോകട്ടെ. ഇനി അതിനുശേഷം പിന്നീട് എന്താണെന്ന് പോലും ഞാൻ ഇതുവരെയായിട്ടും ചിന്തിച്ചിട്ടില്ല. അതൊക്കെ ഇരിക്കട്ടെ. നമുക്ക് ഇപ്പൊ അതല്ല അതിനേക്കാൾ ഏറെ പ്രധാനം. അന്ന് അവന്തിക നെല്ലിശ്ശേരി കുടുംബത്തെ ഒന്നാകെ വിഴുങ്ങുമെന്നും ഒന്നാകെ ഇല്ലാതാക്കുമെന്നും നെല്ലിശ്ശേരി കുടുംബത്തിന്റെ ആണിക്കൽ ഇളക്കുമെന്നുമാണ് അവന്തിക നമ്മളെ വെല്ലുവിളിച്ചിരിക്കുന്നത്. അക്കാര്യത്തെ കുറിച്ച് അർച്ചന ഓർക്കുന്നില്ലേ? എങ്ങനെ നെല്ലിശ്ശേരി കുടുംബത്തെ രക്ഷിക്കാമെന്നതിനെ കുറിച്ച് അർച്ചന എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇപ്പം അവന്തിക എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിൽ ആകെ പിടിവള്ളിയായിട്ടുണ്ടായിരുന്നത് ആ ഡയറിയാണ്. ഇപ്പോ ആ ഡയറി നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അർച്ചന ഇപ്പോ നമ്മൾ ചിന്തിക്കുന്നത്, ഇനിയുള്ള കാലം നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം അവന്തിക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക, അങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് നീങ്ങുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അതിനെ വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കുക അവന്തിക. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ? ഇതിനൊരു ഒരു അവസാനം വേണ്ടേ അർച്ചനെ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, വേണം ഡോക്ടർ. അപ്പോഴേക്കും ഡോക്ടർ അറിയിച്ചു, അതിനെന്താ ഒരു പോംവഴി? ഇപ്പോ അർച്ചന ഒരു കാര്യം ആലോചിക്കണം. നെല്ലിശ്ശേരി കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കാനായി അവന്തിക്ക് ഇത്രത്തോളം പക എന്തുകൊണ്ട് നെല്ലിശ്ശേരി കുടുംബത്തോടുണ്ടായി? അതിനെക്കുറിച്ച് അർച്ചനയ്ക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, ഇല്ല ഡോക്ടർ, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. പലപ്പോഴായി എന്നോട് വെല്ലുവിളിച്ചിട്ടുണ്ട് നെല്ലിശ്ശേരി കുടുംബത്തെ ഒന്നാകെ തകർത്ത് കളയുമെന്ന്. പക്ഷെ അങ്ങനെ പകയോടെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതും അർച്ചനയോട് സന്ധ്യ ഡോക്ടർ പറഞ്ഞു, എനിക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷെ എന്ത് കാരണത്താലാണ് അവന്തിക നെല്ലിശ്ശേരി കുടുംബത്തോട് ഇത്രത്തോളം ശത്രുത കാണിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിയണം. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഇനിയിപ്പോ ആ കാരണം തേടി പോകുമ്പോ സത്യത്തിൽ
അവന്തികേടത്തിക്ക് അത്രത്തോളം ഏറെ വേദനകളും ത്യാഗങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്രത്തോളം ദുരിതം അനുഭവിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നതെങ്കിൽ അവന്തികേടത്തിയുടെ ഭാഗത്താണ് ന്യായം എന്ന് മനസ്സിലാക്കിയാലും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഡോക്ടർ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ അവന്തിയെ കുറിച്ച് അങ്ങനെ ഒരു സംസാരം അർച്ചനയിൽ നിന്ന് ഉണ്ടായപ്പോ സന്ധ്യ ഡോക്ടർ ചോദിച്ചു, അല്ല അത്രത്തോളം നീചമായിട്ടുള്ള മനസ്സും ചിന്താഗതിയും ഉള്ളവരാണ് അവിടുത്തെ സേതു അച്ഛനും മക്കളുമെന്നും അർച്ചനയ്ക്ക് തോന്നുന്നുണ്ടോ? ഇതുവരെയുള്ള അർച്ചനയുടെ അനുഭവം വെച്ച് അങ്ങനെയാണോ തോന്നുന്നത് എന്ന് സന്ധ്യ ഡോക്ടർ അർച്ചനയോട് ചോദിച്ചു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ. എങ്കിലും പറയാൻ കഴിയില്ലല്ലോ ഡോക്ടർ. മനുഷ്യന്റെ മനസ്സല്ലേ, എപ്പോ എങ്ങനെ ചിന്തിക്കുമെന്ന് അറിയില്ലല്ലോ. ഇത്ര വലിയ വലിയ മനുഷ്യരുടെ ഓരോ മനുഷ്യരുടെയും അല്ലെങ്കിൽ വലിയ വലിയ മനുഷ്യരുടെയും ജീവിതത്തിന് പിന്നിൽ ഇതുപോലെയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരിക്കും. അത് തീർച്ചയാണ്. അതും കണ്ണീരണിഞ്ഞിട്ടുള്ള ഒരു കഥ, അല്ലെങ്കിൽ ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ കഥ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ എന്തെങ്കിലും ആകുമോ ഇതൊന്നും നമുക്ക് ഭയപ്പെടണല്ലോ ഡോക്ടർ എന്ന് അർച്ചന പറയുമ്പോൾ ഉടനെ സന്ധ്യ ഡോക്ടർ പറഞ്ഞു, ഇനി അതല്ല, ഇതൊക്കെ അവന്തികയുടെ വെറും ഒരു തെറ്റിദ്ധാരണയാണെങ്കിലോ? അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് അവന്തിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതിന് നമുക്കൊന്നേ ആദ്യം അറിയണം ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന്. എന്ത് കാരണത്താലാണ് അവന്തിക നെല്ലിശ്ശേരി കുടുംബത്തോട് ഇത്രത്തോളം ശത്രുത കാണിക്കുന്നതെന്ന്. അതിന്റെ കാരണം നമ്മൾ ഉടനെ കണ്ടെത്തിയേ തീരൂ. എന്നാൽ മാത്രമേ ഇനി ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് പോകാനാകൂ. അതുകൊണ്ട് അർച്ചന ആദ്യം ചെയ്യേണ്ടത് വീട്ടിൽ ചെന്നതിന് ശേഷം പഴയ ഫയലുകളും പഴയ ആൽബങ്ങളും ഒക്കെ നോക്കണം. അതിൽ നിന്ന് എന്തിൽ നിന്നെങ്കിലും അവന്തികയുടെ യഥാർത്ഥ അഡ്രസ്സ്, അവന്തികയുടെ പഴയ അഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു പിടിവള്ളിയാണ്. അതല്ലെങ്കിൽ സച്ചിയോട് തന്നെ അവന്തികയെ കുറിച്ച് ചോദിക്കണം. സച്ചിക്ക് ഒരിക്കലും സംശയം തോന്നാത്ത രീതിയിൽ വേണം സച്ചിയോട് അവന്തികയെ കുറിച്ച് ചോദിക്കുവാൻ. അങ്ങനെ അവന്തികയുടെ പൂർവ്വകാല കഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. അതിനുശേഷം മാത്രമേ നമുക്കിനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് സന്ധ്യ ഡോക്ടർ അർച്ചനയോട് പറയുമ്പോൾ അത് ശരി തന്നെയാണെന്ന് അർച്ചനയും സമ്മതിക്കുന്നു.